ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, കുഞ്ഞുമണിക്ക് കേട്ടോ. കുഞ്ഞുമണിയുടെ സന്തോഷം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഭയങ്കര ഹാപ്പിയാണ്. ഡാൻസ് പാട്ട് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞാനും അതിലേറെ ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞുമണിയുടെ അച്ഛൻ വരികയാണ് സൗദിയിൽ നിന്നും. 2 വർഷമായിട്ട് കണ്ടിട്ട്, ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആൾ പോയതാണ്. 2 വർഷമേ ആൾക്കിത് കൂടുമ്പോൾ ലീവുള്ളൂ. അപ്പോൾ ഇന്നാണ് ആ ലീവ് കിട്ടിയ ദിവസം. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആളെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതിൽ കാണുന്ന ചില പ്രവാസികളുടെ വൈഫുമാർക്ക് അറിയുണ്ടാവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടാണ് അല്ലേ. നമുക്ക് ചിലർക്ക് 6 മന്ത് ആയിരിക്കാം, 1 ഇയർ ആയിരിക്കാം, 2 ഇയർ ആയിരിക്കാം. നമുക്ക് അതിൻ്റെ വിസയ്ക്ക് അനുസരിച്ച് നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷം കൂടുമ്പോഴാണ് ലീവുള്ളൂ. അപ്പോൾ ആ 2 വർഷത്തിന് ശേഷം കാണുന്നുണ്ടാവുന്ന ആ ഒരു സന്തോഷം അതെനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. എക്സ്പെഷ്യലി ഇപ്പോൾ കുഞ്ഞുമണിയും കൂടി ഉള്ളത് കാരണം ആ സന്തോഷം ഡബിളായിട്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണിയാണെങ്കിൽ ഞങ്ങൾ വരണ വഴിക്ക് 2 പ്രാവശ്യം വോമിറ്റ് ചെയ്തിരുന്നു. ഇത്രയും ലോങ് ട്രാവലിംഗ് ഒന്നും ആൾക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ 2-3 സ്ഥലത്ത് നിർത്തിയ കാരണം നമുക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്താൻ കുറച്ച് നേരം വൈകി കേട്ടോ. 7 മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ 7:45 എത്തിയത്. 7 മണിക്ക് ആൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് നേരം വൈകി, കുറച്ചല്ല 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ്. പക്ഷേ അവിടെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ആൾ, ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ നമുക്ക് ആ വന്ന് കയറുന്ന ആ ഭാഗത്ത് പാർക്കിംഗ് ഒന്നുമില്ല. ജസ്റ്റ് വരിക, വണ്ടിയിൽ കയറി പോവുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളെ തിരഞ്ഞ് പോവുകയാണ് കേട്ടോ. എവിടെ നിൽക്കണം എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുള്ള മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ പ്ലാനിങ്ങോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ പോയിട്ടാണ്. കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കാണല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയുണ്ട്, വീഡിയോ എടുക്കാം, ഒക്കെ സെറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചീറ്റിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആളെ കണ്ടുപിടിച്ചു ഫൈനലി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുമണിയുടെ അച്ഛൻ. ഫസ്റ്റ് ടൈമാണ് കുഞ്ഞുമണിനെ കാണുന്നത്. ആളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നതായിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ഞാൻ കരയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു. പക്ഷേ എനിക്ക് കരച്ചിലും സന്തോഷം എന്താ വരുന്നത് എനിക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ ഒട്ടും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അതെനിക്ക് കുറച്ച് വിഷമം പോലെയായി. പക്ഷെ അത് കാര്യമില്ല. മോളനെ എടുത്തപ്പോൾ തന്നെ ആൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയം. ആൾ ബാഗിൽ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക്. അപ്പോൾ ഒരു മഞ്ചായിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ എടുത്തേക്ക് എന്തായാലും വരും കേട്ടോ. പക്ഷേ മഞ്ചിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കൈ കാണിച്ചപ്പോൾ തന്നെ കുഞ്ഞുമണി പോയി. പക്ഷേ ആ വൊമിറ്റ് ചെയ്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ടൊരു പഴയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഫുള്ള് ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇവനാണ് ഞങ്ങളുടെ ലോകം. ഞങ്ങൾ 3 പേരടങ്ങിയാണ് ഇവർ 2 പേരാണ് എൻ്റെ ഒരു ലോകം. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് കുറേ നടത്ത ഒരു ആഗ്രഹമായിരുന്നു ഒരുമിച്ച് നടന്ന്. അത് പറയാൻ പറ്റില്ലാണ്ട്, എനിക്കൊരു വാക്കുകൾ പോലും എനിക്ക് ഈ വീഡിയോയിലായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലാണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള വർഷങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കൈയും പിടിച്ച് നടന്നു പോകാണ്ട് ഗൈസ്. പിള്ളേർ വീഡിയോ ഞാനല്ല ഇതൊന്നും വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇവരാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ പാപ്പൻ്റെ മക്കളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സാണ്. അങ്ങനെ കുഞ്ഞുമണിക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമണിക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം നടന്ന് പോകുമായിരുന്നു കേട്ടോ. കുഞ്ഞുമണിക്ക് ആകെ ടയേർഡായ കാരണം എനിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര ടെൻഷനായി കേട്ടോ. ഞങ്ങൾക്ക് 3 ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. അപ്പോൾ കുഞ്ഞുമണിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വേഗം നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് വെച്ചിട്ടുണ്ടെങ്കിൽ. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അച്ഛനായിട്ട് ആളൊക്കെ സെറ്റായിട്ടോ. അത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കുഞ്ഞുമണി അച്ഛനായിട്ട് സെറ്റാവോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ കൂട്ടായിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനെങ്കിലും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബായ്.